ഈ പെണ്ണ് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഊരി കോറിഡോറിൽ നിന്ന് കുളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടേക്ക് പോലീസുകാർ വരുന്നു. അവൾ ടവൽ എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. അവൾ പേടിച്ചതുപോലെ അഭിനയിച്ച് ഒരു പോലീസുകാരനിലേക്ക് ചാഞ്ഞു നിന്ന് പുറത്തേക്ക് നടന്നു പോകുന്നു. ആ ട്രിക്ക് ഉപയോഗിച്ച് അവൾ തന്റെ തലയിൽ കെട്ടിയ ടവലിൽ ഒളിപ്പിച്ച് ഒരു ഡയമണ്ട് നെക്ലേസ് കടത്തിയിരുന്നു. അവൾ ഒരു കൗശലക്കാരിയായ മോഷ്ടാവായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ പെണ്ണും അവളുടെ അമ്മയും ഒരു വലിയ പണക്കാരനെ കാണാൻ പോയിരുന്നു. അയാളെ അവൾ തന്റെ സൗന്ദര്യം കൊണ്ട് വളച്ചിരുന്നു. അയാൾ അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. അവളുടെ അമ്മ പറയുന്നു തന്റെ മകളെ കെട്ടുന്നയാൾ വലിയ പണക്കാരനായിരിക്കണമെന്ന്. അയാൾ അവർക്ക് തന്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രൈവറ്റ് വോൾട്ട് തുറന്നു കാണിക്കാൻ കൊണ്ടുപോകുന്നു. അവർ പോയ ഉടനെ സുന്ദരിയായ മോഷ്ടാവ് തന്റെ ഡ്രസ്സുകൾ അഴിച്ച് മാറ്റുന്നു. സ്പെഷ്യൽ ഗിയറുമായി വിൻഡോ തുറന്ന് നേരെ മുകളിലേക്ക് കയറുന്നു. വെന്റിലേഷൻ വഴി അവൾ ഉള്ളിൽ കയറുന്നു. ഇതേ സമയം വോൾട്ട് നടന്നു കണ്ട അവളുടെ അമ്മ അവിടെയുള്ള അലാറം സെൻസറിൽ ചൂയിങ് ഒട്ടിച്ചു വയ്ക്കുന്നു. ആ പെണ്ണ് വെന്റിലേഷൻ വഴി വോൾട്ടിൽ എത്തുന്നു. അവിടുന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നു. പകരം ഫേക്കായവ വയ്ക്കുന്നു. മോഷണം കഴിഞ്ഞ് വന്ന വഴി തന്നെ അവൾ തിരികെ പോകുന്നു. പണക്കാരനും അവളുടെ അമ്മയും തിരികെ വന്ന അതേ സമയത്ത് അവൾ അവിടെ എത്തിയിരുന്നു. പെട്ടെന്ന് അലാറം അടിക്കുന്നു. അയാൾ അത് നോക്കാനായി പോകുന്നു. മോഷ്ടാവും അമ്മയും അവിടുന്ന് എസ്കേപ്പ് ആകുന്നു. വഴിയിൽ അവരെ സെക്യൂരിറ്റിക്കാർ തടയുന്നു. പക്ഷേ അവരുടെ ബാഗിൽ നിന്ന് ഒന്നും തന്നെ കണ്ടുകിട്ടുന്നില്ല. മോഷണം മുതലൊക്കെ പണ്ടേ തന്നെ അവരുടെ പാർട്ട്നേഴ്സ് കടത്തിയിരുന്നു.